നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ്. കഴിഞ്ഞ ഒരു യൂട്യൂബിൽ ഞാൻ മുഖക്കുരു ആഗ്നയുടെ ഒന്നാം ഭാഗം പറഞ്ഞിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം കുറച്ച് പോയിൻറ്റ്സ് അതിനകത്ത് യൂട്യൂബിന് നീളം കൂടും എന്നുള്ളത് കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം കൂടി പറയുക എന്നുള്ളതാണ്. മിക്കവാറും പേഷ്യൻസിന് അവർ മുഖക്കുരുവായിട്ട് നമ്മൾ എന്ത് ഇൻറ്റേർണൽ മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചുള്ള അവർക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൂടി മതിയാകും. കാരണം അതൊരു പ്ലാസിബോ പോലെയാണ്. കാരണം പ്ലാസിബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ടു പ്ലീസ് ദ പേഷ്യൻസ് എന്നാണല്ലോ. അപ്പോൾ അവരുടെ ഒന്ന് പ്ലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പിന്നെ അലോപ്പതിയിലുള്ളതോ അല്ലെങ്കിൽ പിന്നെ നാച്ചുറൽസെന്നോ അല്ലെങ്കിൽ ആയുർവേദ എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ അവർ മേടിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇപ്പോൾ ഇതെല്ലാം കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണല്ലോ. പിന്നെ നമ്മളെന്തിനാ ആ പേഷ്യൻസിനെ അവരുടെ അടുത്തേക്ക് വിടുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഈ മുഖക്കുരു വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ്സിൻ്റെ ഡക്റ്റുകൾ ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് പൊടി കൊണ്ടോ നമ്മുടെ തന്നെ സിബോ അടിഞ്ഞിട്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആക്ച്വലി വീണ്ടും ഇവയുടെ മുഖം അടയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. ഇതിൻ്റെ സിബം പുറത്ത് വരുന്നതിനുണ്ടാവുകയും വീണ്ടും ഇൻഫെക്ഷൻ സാധ്യതയാണ് കൂടുതൽ. പിന്നെ ഈ പുരട്ടുന്ന ക്രീമുകളിലുള്ള ആൻറ്റിബയോട്ടിക്സ് പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള സാധനങ്ങൾ ആ ഇൻഫെക്ഷനെ തടയുന്നത് കൊണ്ട് പഴുപ്പുണ്ടാവില്ല, പക്ഷേ മെക്കാനിസം സെയിം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആക്നെയ്ക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി ഈ ക്രീം, ഓയിൽ, എണ്ണ ഇങ്ങനെയായിട്ടുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൽഡർലി കുട്ടികളിൽ നമ്മൾ ഈ ടീനേജേഴ്സിൽ വരാനുള്ള കാരണം നിങ്ങൾക്കറിയാലോ. കാരണം ഫേസ് കുറേ ഓയിലി ആയിരിക്കും ബിക്കോസ് ഓഫ് ദ ഹോർമോണൽ ചേഞ്ചസ് ഓഫ് ദി ടീനേജേഴ്സ്. അപ്പം അങ്ങനെ അവരുടെ മുഖം ഓയിലി ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന റൂബ്രിക്സ് അറിയാമല്ലോ, ഫേസ് ഗ്രീസി എന്നൊക്കെ പറഞ്ഞ റൂബ്രിക്കാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നാട്രമോർ, പ്ലംബം പോലുള്ള മരുന്നുകളൊക്കെ ആ രീതിയിൽ ഫേസ് നല്ല ഓയിലി ക്രീമി ഇങ്ങനെ ഗ്രീസി ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫേസിൽ ഇൻഡൻറ്റ് പെട്ടെന്ന് ഗ്രീസി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരുടെ ആ ഫുഡ്, കാരണം രോഗികൾക്കാണ് അവർക്കുള്ള രോഗത്തിന് കാരണം അറിയാൻ പറ്റുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, ഡോക്ടർമാരോ അല്ലെങ്കിൽ മരുന്നോ അല്ല രോഗം മാറ്റുന്നത്, രോഗികൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ രോഗത്തിൻ്റെ കാരണം അവർക്കാണ് അറിയുക. അപ്പോൾ അവരത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് രോഗം മാറ്റാൻ എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ അവരോട് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുഖക്കുരു കൂടുന്നത്. പീരീഡ്സിൻ്റെ സമയത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ പീരീഡ്സിന് അതിനനുസരിച്ചുള്ള മെഡിസിൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗം കറക്റ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചില ഫുഡുകളായിരിക്കും, ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ക്രീമുകളോ പിന്നെ ഓയിലുകളോ ഓയിൽമെൻറ്റുകളോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓയിലും ഓയിൽമെൻറ്റുകളും ക്രീമുകളും മുഖത്ത് പുരട്ടാതിരിക്കുന്നതാണ് നല്ലത്, എസ്പെഷ്യലി ഇൻ ഓയിലി സ്കിൻ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഓയിൽനെസ് റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അതിനെന്താ ചെയ്യുക, സാധാരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് സാധാരണ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ അത് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാം. ഇനി ഫേസ് വാഷുകളുണ്ട്, ഹോമിയോപ്പത്തിക് ഫേസ് വാഷുകൾ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മെഡിസിൻസൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ആ ഫേസ് വാഷുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പിന്നെ മുഖം നന്നായിട്ട് കഴുകുക. പിന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഓയിലി ബേസ്ഡായിട്ട് ഒന്നും വേണ്ട. പകരം വാട്ടറിൽ അലിയിക്കുന്ന, പച്ചവെള്ളത്തിൽ അലിയിക്കുന്ന എന്ന് വെച്ചാൽ ചില പൊടികളുണ്ടാവുമല്ലോ. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇപ്പോൾ ഈ മുൾട്ടാണി മിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊരു മുൾട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു മണ്ണാണത്. അപ്പോൾ മുൾട്ടാണി മിട്ടിയുണ്ട്. പിന്നെ ആൾക്കാരെന്തൊക്കെയോ രക്തചന്ദനവും മറ്റു വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട്, കസൂരി മഞ്ഞൾ, രക്തചന്ദനം എന്നൊക്കെ സാധനമൊക്കെ പൊടിച്ചിട്ട് അത് പുറമേ പറ്റാറുണ്ട്. അതൊക്കെ പരട്ടുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ അത് വെള്ളത്തിലാണ് അലിയിച്ച്. പക്ഷെ അതിന് പകരം ഈ ചിലർ മുട്ട വെള്ളയിലോ പിന്നെ തേങ്ങാപ്പാലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓയിൽനെസ് ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത കൂടുതൽ. അതും ഈ ഓയിലി സ്കിന്നിൽ, ഡ്രൈ സ്കിന്നിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവരോട് നമ്മൾ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട്, വെറും പച്ചവെള്ളത്തിൽ ചേർത്ത് പുരട്ടാവുന്ന സാധനങ്ങൾ പുരട്ടിക്കും. ഈ മുൾട്ടാണി മുട്ടിയോ മറ്റുള്ള സാധനങ്ങളൊക്കെ അത് ഒരു ബ്ലീച്ചിങ് എഫക്റ്റുകളുണ്ടാവും. പെട്ടെന്ന് മുഖമൊന്ന് ഡാർക്കിഷ്നസ്സൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും. പക്ഷെ നമ്മൾ ഡോക്ടർമാരൊരു കാര്യം മനസ്സിലാക്കണം, ഒരു പിഗ്മെൻറ്റേഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായ പിഗ്മെൻറ്റേഷൻ അല്ല. ബ്ലീച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്താണ് മെലനിൻ പിഗ്മെൻറ്റേഷൻ, മെലനോസൈറ്റ്സിൻ്റെ മെലാനിൻ അവിടെ അടിഞ്ഞു കൂടുന്നതായിരിക്കും. അത് നമുക്കറിയാലോ, പെയിൻ്റ് എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്ക് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പരിധി വരെ പോകുള്ളൂ എന്നുള്ള കാര്യം. അതിനാണ് മെലാസ്മിക്കൊക്കെ നമ്മൾ ഇൻറ്റേർണലായിട്ട് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമുള്ളൂ.
പിന്നെ കൂടുതൽ കറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺ പ്രൊട്ടക്റ്റീവായിട്ട് എന്തെങ്കിലും ക്രീമുകൾ, ഞാൻ ഇതാണ് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ മെലനോമസും ഇതിലെ ക്ലയാസ്മ അല്ലെ മെലാസ്മ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒക്കെ വരുന്ന കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെലാസ്മയ്ക്കും ക്ലയാസ്മയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് സൺ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ആഗ്നയ്ക്കകത്ത് ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. വൈകുന്നേരങ്ങളിൽ മുഖം നന്നായിട്ട് ഫേസ് വാഷോ അല്ല സോപ്പോ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകുക. അപ്പോൾ ഓയിൽനെസ് മുഴുവൻ പോയതിന് ശേഷം ബെർബർ സക്കിഫോളിയം ടിഞ്ചർ 15 തുള്ളി 1 സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് പഞ്ഞി കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ മുഖത്ത് അവിടെയുള്ള ഭാഗത്ത് മുഴുവൻ നമ്മൾ ജസ്റ്റ് അത് തുടച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതവിടെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെയാണ് അത് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടത്. ഇതൊന്ന് ശീലിക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഫേസ് ക്ലിയറായി വരുന്നത് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബെർബർ സക്കിഫോളിയം ടിഞ്ചർ ഉള്ളിലൂണിയും കഴിക്കുക, അപ്പോഴും കോംപ്ലക്ഷൻ വ്യത്യാസം വരും. പുറമെ പുരട്ടാവുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ പാട് പോകാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻസ് ഒന്ന് ബെർബർ സക്കിഫോളിയമാണ്. മറ്റുള്ള മെഡിസിൻസ് ഉണ്ടാകുമായിരിക്കാം, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു കാര്യം മാത്രമാണല്ലോ നമുക്കിപ്പോൾ എല്ലാവരോടും ഉപദേശിക്കാൻ പറ്റും. അപ്പം എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ അതിലും കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ഡാർക്ക് ഡിസ്കളറേഷൻസ് ലെഡംപാൽ ഒരു മെഡിസിനാണ്, ചിലർ എച്ചിനേഷ്യ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ബെർബർ സക്കിഫോളിയം നമുക്ക് ഒരുവിധം യൂണിവേഴ്സലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിഞ്ചറാണ്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ്. ബെർബർ സക്കിഫോളിയം ഓയിൽമെൻറ്റ് കിട്ടും, ഞാൻ പറഞ്ഞല്ലോ അത് ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാതിരിക്കുകയാണെന്നുള്ളത്. ബെർബർ സക്കിഫോളിയം ജെല്ല് സംവാഷ് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, വലിയ കുഴപ്പമില്ല. ചിലർക്ക് എന്തെങ്കിലും പുരട്ടിയാലേ സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയേണ്ടത് ഈ പൗഡറുകൾ, ക്രീമുകൾ, ഓയിലുകൾ ഒന്നും മുഖത്ത് പുരട്ടാതിരിക്കുകയും പ്ലസ് നമ്മുടെ ഈ മാനേജ്മെൻറ്റും കൂടി ആണെങ്കിൽ മുഖം ഒരുവിധം ഭംഗിയാക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ ഈ മുഖമാണ് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, സെക്കൻഡ് ഇംപ്രഷൻ ഓർ ദ ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറയും. പക്ഷേ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇംപ്രഷനും തേർഡ് ഇംപ്രഷനും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടണം. അപ്പോൾ ആ സമയം കിട്ടി വരുന്നതിനേക്കാൾ നല്ലത് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്കൊരു ഒരാളുടെ ഉള്ളിൽ നമ്മുടെ മുഖം പതിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നല്ല മുഖസൗന്ദര്യം ഉള്ളവർ അവർക്ക് കൂടുതൽ സുന്ദരികളുമാകണമെങ്കിൽ ഹോമിയോപ്പതിയുടെ ഈ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, ഡോക്ടർക്ക് പേരും കിട്ടും, പേഷ്യൻസ് തൃപ്തരാവുകയും ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആക്നെ ചികിത്സിച്ച് സുന്ദരമായ മുഖങ്ങളുള്ള രോഗികളെ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.